വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹണ്ട് സിനിമ കണ്ടു. അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. ഡയറക്ടർ ഷാജി കൈലാസ്, സ്റ്റോറി ഡയലോഗ് നിഖിൽ ആനന്ദ്, സിനിമാറ്റോഗ്രാഫി ജാക്സൺ ജോൺസൺ, അതുപോലെ പ്രൊഡ്യൂസർ കെ രാധാകൃഷ്ണൻ. സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങൾ ഭാവന, അതിഥി ദേവി, ചന്തുനാഥ്, അജ്മൽ അമീർ, വിജയകുമാർ, രഞ്ജി പണിക്കർ, ഡെയിൻ ഡേവിസ്, പിന്നെ മറ്റു താരങ്ങളും. ഞാൻ ഈ സിനിമ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് തിയേറ്ററിലേക്ക് പോയത്. വലിയ കഥാപാത്രങ്ങളൊന്നും ഇതിൽ വലിയ താരങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ സിനിമയ്ക്ക് പോയത്. അപ്പോൾ തിയേറ്ററിൽ പോയപ്പോൾ ആൾ വളരെ കുറവായിരുന്നു, 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ ഭാവന, അതിഥി ദേവി, 2 ഹീറോയിൻസ് ആണ് ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ ഭാവനയുടെ വേഷം ഒരു നല്ല വേഷമാണ്. അവർ സിനിമയുടെ അവസാനം വരെ അങ്ങനെ ആ വേഷത്തിൽ തന്നെ ലയിച്ച് അഭിനയിച്ചിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിഥി ദേവി, അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ 2 ക്യാരക്ടറാണ് ഉള്ളത്. അത് നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും അതിഥി ദേവിയുടെ റോളാണ് നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ട് നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുക. നമ്മളൊരു സിനിമ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ നമ്മളെ എപ്പോഴും മനസ്സിൽ നിൽക്കുമല്ലോ. ആ രീതിയിൽ വേണമെങ്കിൽ അതിഥി ദേവിയുടെ ക്യാരക്ടറിനെ പറയാം. അവർക്ക് ഈ സിനിമയിൽ സാറ എന്നൊരു വേഷമാണ് കൊടുത്തിരിക്കുന്നത്, നെയിം അതാണ്. അത് നന്നായിട്ട് തന്നെ ആ സാറ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ചന്തുനാഥ്. ഈ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹീറോ ആരാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ഹീറോക്കളുണ്ട്. അതായത് ഈ സിനിമ ബേസ് ചെയ്തിരിക്കുന്നത് ഒരു ക്രൈം ത്രില്ലർ ഫിലിമാണ്. അതേസമയം പ്രേത സിനിമയെ പോലെ പ്രേതത്തെ ബേസ് ചെയ്ത് കൊണ്ട് പോകുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഷാജി കൈലാസ് നന്നായിട്ട് തന്നെ അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിഖിൽ ആനന്ദ്, ഈ സിനിമയുടെ റൈറ്റർ ആൻഡ് ഡയലോഗ്, നന്നായിട്ട് തന്നെ പുള്ളി ഇത് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള നല്ലൊരു ത്രില്ലിംഗ് അനുഭവം ഈ സിനിമയിലുണ്ട്. ഈ സിനിമയിൽ ആരാണ് വില്ലൻ അല്ലെങ്കിൽ ആരാണ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സിനിമ അങ്ങനെ മൂവ് ആകുന്നത്. അവസാനമാണ് അറിയുന്നത് ഇന്ന ആളാണ് വില്ലൻ, ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരാണ് ഇതിലെ വില്ലന്മാരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അങ്ങനെയാണ് ഈ സിനിമ ഒരു ഒരു ലെയർ ബൈ ലെയർ ആയിട്ട് അങ്ങനെ കൊണ്ടുപോയിരിക്കുകയാണ്. അത് നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ തിരക്കഥയിൽ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നിഖിൽ ആനന്ദിന് അഭിനന്ദനങ്ങൾ. ഇനി ഈ സിനിമയുടെ ഹീറോ ആയിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത് ചന്തുനാഥിനെയാണ്. ചന്തുനാഥിനെ ഞാൻ ഈ സിനിമയിലാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. ആൾ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചന്തുനാഥിനെ കണ്ട ഒരു ഏകദേശം അല്ലു അർജുൻ്റെ ലുക്കാണ് കക്ഷിക്കുള്ളത്. നന്നായിട്ട് തന്നെ പുള്ളി ആ ഒരു ഹീറോയിസം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആക്ടറാണ് അദ്ദേഹം. അത് ഈ സിനിമയിലത്തെ അഭിനയത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. നല്ലൊരു ഭാവി അദ്ദേഹത്തിനുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചന്തുനാഥിൻ്റെ അഭിനയം ഗംഭീരമാണ്. അതേപോലെ തന്നെ ഡെയിൻ ഡേവിസ്, ഇദ്ദേഹം നമുക്കെല്ലാം അറിയാം, ഉടൻ പണത്തിൽ വരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ സിനിമയിലത്തെ റോള് വന്നിട്ട് ഒരു സോഫ്റ്റായ റോള് പോലെയാണ് പോകുന്നത്. പക്ഷേ അവസാനം എത്തുമ്പോഴേക്കും ആൾക്കും നല്ലൊരു റോൾ ഈ സിനിമയിലുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അജ്മൽ അമീർ, അദ്ദേഹം ഈ കുറ്റാന്വേഷണ ഒരു കഥയിൽ ഒരു പ്രധാന നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങേരുടെ റോള് കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. പിന്നെ രഞ്ജി പണിക്കർക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങേർക്ക് ഇതിലൊരു പ്രത്യേക രീതിയിലുള്ള ഒരു റോളാണ്. ശരിക്കും അങ്ങേര് ആ രൂപത്തിലും ഭാവത്തിലും സംസാരത്തിലും ഒക്കെ ആ വേഷമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അങ്ങേര് ലയിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാം. അങ്ങേരുടെ റോള് നല്ല റോളാണ്. അത് അങ്ങേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഈ സിനിമയുടെ കണ്ടന്റ്. ഇതൊരു കുറ്റാന്വേഷണ സിനിമയുമാണ്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, പ്രേത സിനിമയുമാണ്. രണ്ടിനെയും ഒരേപോലെ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു ടെന്നീസ് ബോളുണ്ട്. ആ ബോൾ പോലും ഇതിലൊരു ക്യാരക്ടറാണ്. ആ ബോൾ ഈ സിനിമയുടെ അവസാനം വരെ തട്ടി വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്ന ഭാഗത്തൊക്കെ അതിനൊരു റോള് പോലെ, അത് ശരിക്കൊരു ക്യാരക്ടറായിട്ട് തന്നെ നമുക്ക് തോന്നും. അതേ രീതിയിലാണ് ആ ബോളിൽ പോലും ഇതിൻ്റെ സംവിധായകനും എഴുതിയിരിക്കുന്ന നിഖിൽ ആനന്ദും ഒരു ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഇനി ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം,
വളരെ നല്ലൊരു സിനിമയാണ് കേട്ടോ. നിങ്ങൾ ക്രൈം ത്രില്ലർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അതേപോലെ ഹൊറർ ഫിലിം കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോളൂ. കുടുംബസമേതം പോയി കാണാം. ഇതിൽ ആവശ്യമില്ലാത്ത രംഗങ്ങളൊന്നുമില്ല കേട്ടോ. ഫാമിലി ആയിട്ട് തന്നെ പോയിട്ട് ധൈര്യമായിട്ട് കാണാം. അതായത് നമുക്ക് ഈ ക്രൈം അതേപോലെ ത്രില്ലിംഗ് പോലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു വിരുന്നാണ്. ധൈര്യമായി പോയി കാണാം. ഈ സിനിമയിൽ കുറ്റാന്വേഷണം, അതേപോലെ പ്രേതത്തെ സംബന്ധിച്ച്, അതേപോലെ നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട്. അതുപോലെ തന്നെ വി എഫ് എക്സ് ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക്, അതിന് ഞാൻ പറഞ്ഞില്ല, ഒരു ഹൊറർ സിനിമയ്ക്ക് വേണ്ട നല്ല മ്യൂസിക് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ട് എഫക്റ്റ് കൂടി ആയപ്പോൾ നമുക്ക് അത് കണ്ടുപോകുമ്പോൾ നല്ലൊരു ഹൊറർ അനുഭവം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയം, അതേപോലെ ക്രൈം, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നല്ലൊരു സിനിമയാണ് ഇത്. ശരിക്ക് സിനിമയിലെ ക്യാരക്ടറുകളെ മാത്രമല്ല ഹണ്ട് ചെയ്യുന്നത്, പ്രേക്ഷകരെയും സിനിമയുടെ അവസാനം വരെ ആരാണിതിലെ വില്ലൻ, എന്താണ് കഥ, എങ്ങനെയാണിത് പോവുക എന്ന് വേട്ടയാടപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹണ്ട് ഫിലിം ഒരു സൂപ്പർ ഗുഡ് ഫിലിം. അപ്പോൾ ഇതിൽ കുറ്റാന്വേഷണമാണോ വലുത്, പ്രേതത്തെ ബേസ് ചെയ്താണോ വലുത് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടിനും തുല്യ ഒരു പ്രാധാന്യം ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടും ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സിനിമാ തിയേറ്ററിൽ പോയി നോക്കുമ്പോൾ ആളെന്നെ ഇല്ല. ഞാനും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് പോയത് കേട്ടോ. പക്ഷേ കണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് നല്ല മേക്കിംഗ് ആണ്. അതേപോലെ ഓരോ ക്യാരക്ടറും ഇതിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രേതം ഭൂതം അങ്ങനത്തേലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ വിശ്വസിക്കുന്ന ടൈപ്പും അല്ല. പക്ഷേ ഈ സിനിമ കാണുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും അതിൻ്റെ മേക്കിംഗ് കാണുമ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ ആ ഷാജി കൈലാസും നിഖിൽ ആനന്ദും അതേപോലെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന താരങ്ങളും ചേർന്നിട്ട് നല്ല രീതിയിൽ ഒരു നല്ല സസ്പെൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു വിരുന്ന് ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായും നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഹണ്ട് സത്യം എന്നെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും രീതിയിൽ വിജയിക്കും എന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന തിന്മയ്ക്കെതിരെയുള്ള വേട്ട. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.